പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. എല്ലാവരും സന്തോഷത്തോടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ദ ക്രൈസ്റ്റ് TV എന്ന ഈ യൂട്യൂബ് ചാനലിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ചെയ്യുന്നു. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. നിങ്ങൾ വെളിച്ചമാകുന്നു. അതാണ് നമ്മൾ ചിന്തിക്കുന്ന ചിന്ത. എഫേസ്യ ലേഖനം 6 അധ്യായങ്ങളാൽ എഴുതപ്പെട്ടൊരു പുസ്തകമാണ്. ഓരോ അധ്യായവും ദൈവസഭയുടെ ആഴമേറിയ വെളിപ്പെടുത്തലുകളെ ആണ് പ്രതിപാദിക്കുന്നത്. സഭയുടെ 6 മണ്ഡലങ്ങൾ ഓരോ അധ്യായങ്ങളും പ്രതിനിധീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ലേഖനത്തെ ലേഖനങ്ങളുടെ റാണി എന്നൊക്കെ വേദപഠിതാക്കൾ വിളിക്കാൻ കാരണം. ദൈവസഭയെക്കുറിച്ച് ഇത്രയും മനോഹരമായ ഒരു വെളിപ്പാട് കൊടുത്ത ഒരു പുസ്തകം വേറെയില്ല. അതിൻ്റെ 5-ാം അധ്യായത്തിൽ നിന്നാണ് നാം ഈ വാക്യം വായിപ്പാനിടയായി തീർന്നത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ ക്രിസ്തുവിൽ വെളിച്ചമായിരിക്കുന്നു. എഫെസോസ് എന്ന് പറഞ്ഞ പട്ടണവും അവിടെ വ്യാപരിച്ച ദൈവകൃപയും അവിടെ വെളിപ്പെട്ട ദൈവമഹത്വമൊക്കെ എടുത്തു നോക്കിയാൽ ഇരുട്ടിന് യാതൊരുവിധ ജയവും പ്രാപിക്കാൻ കഴിയാതെ വണ്ണം പരാജയപ്പെട്ടു പോയ ഒരു സ്ഥലത്ത് വെളിപ്പാടിന്റെ തലങ്ങളിൽ കയറി നിന്ന പൗലോസിലൂടെ ദൈവം അസാധാരണമായ നിലയിൽ എഫെസോസ് പട്ടണം ക്രിസ്തുവിനാൽ പിടിച്ചെടുത്തു. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധന്മാരെന്ന് അവകാശപ്പെട്ട കർത്താവിന്റെ ശരീരമായിരിക്കുന്ന സഭയുടെ ഭാഗമായ വ്യക്തികൾ ദൈവത്തിന്റെ ആത്മാവ് അവരെ പ്രബോധിപ്പിച്ചുകൊണ്ട് എഴുതുകയാണ്, മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ കർത്താവിൽ വെളിച്ചമായിരിക്കുന്നു. അങ്ങനെ ഒരു പ്രബോധനം ദൈവസഭയ്ക്ക് കൈമാറുവാൻ കാരണമെന്തെന്ന് ചോദിച്ചാൽ, അവർ മുമ്പായിരുന്നത് പോലെ ഇപ്പോഴും ആയിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ബോധ്യമായി. അപ്പൊ അവരെ ബുദ്ധി ഉപദേശിക്കുകയാണ്, മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ആ നിലവാരത്തിലല്ല നിങ്ങൾ ആയിരിക്കേണ്ടത്, ഇപ്പോഴോ നിങ്ങൾ ക്രിസ്തുവിൽ വെളിച്ചമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ കാലഘട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ ആഴമായി ധ്യാനിക്കേണ്ട, പഠിക്കേണ്ട കാര്യം മുൻകാലങ്ങളിൽ മറഞ്ഞിരുന്നതും പൂർവികന്മാർക്ക് അല്ലെങ്കിൽ വെളിപ്പെടാതിരുന്നതും ഇപ്പോൾ കൃപയാൽ വെളിപ്പെടുത്തിയതുമായ ദൈവത്തിന്റെ മർമ്മത്തിന്റെ മണ്ഡലം കിടക്കുന്നത് മൊത്തം ധന്യനായ അപ്പോസ്തലനിലൂടെ ദൈവം ഇടപെട്ടുകൊണ്ടാണ്. ഹല്ലേലൂയ. ലേഖനങ്ങൾ നിങ്ങൾ നന്നായി വായിച്ചു പഠിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതം അമ്പേ പരാജയമായിരിക്കും. പഴയ നിയമം മൊത്തം, സുവിശേഷങ്ങൾ 4 ഇതെല്ലാം ജാതികളുമായി ബന്ധപ്പെട്ടും യഹൂദന്മാരുമായി ബന്ധപ്പെട്ടും കിടക്കുന്നതാണ്. അവരോടെല്ലാം അറിയിച്ച ദൂതുകൾ, ദൈവത്തിന്റെ സുവിശേഷം, അതിൽ നിന്നും ദൈവം തന്റെ ശരീരമാകുന്ന സഭയിലേക്ക് ചേർത്ത് വെച്ച ഒരു കൂട്ടം വിശുദ്ധന്മാരുടെ സഭയായിരിക്കുന്ന എഫെസോസിൽ
ദൈവാത്മാവ് പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങൾ മുമ്പേ ഇരുളായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ ക്രിസ്തുവിൽ വെളിച്ചമായിരിക്കുന്നു. ഇന്നത്തെ ആത്മീയ ലോകം നമ്മൾ എടുത്തു നോക്കിയാൽ, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഹോൾ വേൾഡിൽ എടുത്തു നോക്കിയാൽ, ക്രിസ്തു ശരിയാവണ്ണം വെളിപ്പെട്ടവർ വളരെ ചുരുക്കമാണ്. ഞാനൊരു വെളിച്ചമാണെന്ന ബോധ്യത്തിനകത്ത് ജീവിക്കുന്ന ക്രിസ്ത്യാനികളെ നമുക്ക് കാണുക എന്ന് പറയുന്നത് വളരെ വിരളമായിരിക്കുന്നു. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് അനുഭവിക്കാം എന്നത് മാത്രമാണ് ക്രിസ്ത്യാനിറ്റിയുടെ നടുവിൽ പ്രസംഗിക്കപ്പെടുന്ന, കൈമാറ്റപ്പെടുന്ന സകല ദൂതുകളുടെയും പിമ്പിലെ ലക്ഷ്യം. യേശു ക്രിസ്തുവിൽ ഞാൻ ആരായിരിക്കുന്നു എന്നൊരു ബോധ്യം ഇന്ന് ആർക്കുമില്ല. ഹല്ലേലൂയ. അപ്പന്റെ ഭവനത്തിലായിരുന്ന മകൻ അപ്പന്റെ അവകാശങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവന് തോന്നി അവകാശങ്ങൾ വാങ്ങിച്ച് അവന് ബോധിച്ചതുപോലെ ജീവിക്കാം. അങ്ങനെ അവൻ ബോധിച്ചതുപോലെ ജീവിച്ച ജീവിതത്തിന്റെ പരാജയത്തിന്റെ അടിത്തട്ടിലേക്ക് ചെന്നപ്പോൾ അവൻ അപ്പനെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒരു റെവലേഷൻ അവനുണ്ടായി. അപ്പോൾ ആ റെവലേഷനിൽ നിന്ന് അവനൊരു തീരുമാനമെടുത്തു, ഞാൻ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിച്ചെന്ന് ഒരു വേലക്കാരനെ പോലെ ഞാൻ അവിടെ ജീവിച്ചാൽ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും. അപ്പന്റെ ഭവനത്തെക്കുറിച്ചൊരു റെവലേഷൻ ഉണ്ടായപ്പോൾ അവനിൽ വെളിപ്പെട്ട റെവലേഷൻ ഒരു ദാസ്യത്തിന്റെ റെവലേഷൻ ആയിരുന്നു. എന്നാൽ മടങ്ങി വരുന്ന മകൻ ഒരു പുത്രത്വത്തിനകത്ത് ആയിരിക്കുമെന്ന് അവന് കാണാൻ കഴിഞ്ഞില്ല. സ്തോത്രം. കാരണം അവനെ അങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണം, ലഭിക്കുവാനുള്ള സകല അവകാശങ്ങളും അപ്പന്റെ അടുക്കൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ട് ഇനി എനിക്ക് അപ്പന്റെ മകനായി ജീവിക്കാൻ കഴിയത്തില്ലെന്ന ഒരു തെറ്റായ അറിവിൽ നിന്നാണ് അവൻ അങ്ങനെ ചിന്തിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ നമ്മുടെ ദൈവത്തിന്റെ ആത്മ പറയാണ്, നിങ്ങൾ ക്രിസ്തുവിൽ വെളിച്ചമായിരിക്കുന്നു. ആമേൻ. ഇന്നത്തെ ആത്മീയകളും എന്റെ 22 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്, ഇരുട്ടിനെ പേടിയോടെ അതിനോട് അടുക്കുന്ന, ആമേൻ, അതിനെ ഭയന്ന് ജീവിക്കുന്ന, ഹല്ലേലൂയ ഹല്ലേലൂയ, ആത്മീയ ലോകത്തെയാണ് കാണാൻ കഴിഞ്ഞത്. സ്തോത്രം. ദൈവത്തിന്റെ ബദലേ നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. അപ്പം ഈ കൺസെപ്റ്റ് വെളിപ്പെട്ടത് ഇപ്പോഴല്ല, ലോകം ഈ ഭൂമിയിൽ കർത്താവ് സ്ഥാപിക്കുന്നതിന് മുമ്പേ നീ ക്രിസ്തുവിൽ ഒരു വെളിച്ചമാണെന്ന ദൈവഹൃദയത്തിൽ മറഞ്ഞിരുന്നൊരു മർമ്മം കാലസമ്പൂർണതയിൽ ക്രിസ്തുവിൽ നിവർത്തിച്ചതും പരിശുദ്ധാത്മാവ് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതുമായ ദൈവമർമ്മത്തിന്റെ ഒരു ആഴമേറിയ ചിത്രം എഫെസോസിലെ വിശുദ്ധന്മാരെ പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുകയാണ്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ വെളിച്ചമായിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അതിന്ന് സംഭവിച്ചതല്ല, അനാദിയിൽ. സ്തോത്രം. അനാദി എന്ന് പറയുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം വാക്യത്തിൽ പറയുന്നതിന് മുമ്പൊരു കാലഘട്ടം, ദൈവമായിരുന്ന ആ കാലഘട്ടത്തിൽ ദൈവഹൃദയത്തിൽ സൂക്ഷിച്ചതും പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നതും തന്റെ വിശുദ്ധ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും വെളിപ്പെടുത്തുവാൻ ദൈവഹൃദയത്തിന് ഇഷ്ടം തോന്നിയൊരു മർമ്മത്തിന്റെ മണ്ഡലമാണ് നിങ്ങൾ. അവന്റെ ശരീരമായിരിക്കുന്ന സഭയുടെ ഒരു ഭാഗമായി നിൽക്കുമ്പോൾ ദൈവാത്മാവ് പറയാണ്, നിങ്ങൾ ക്രിസ്തുവിൽ വെളിച്ചമായിരിക്കുന്നു.
ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു പറഞ്ഞ് കർത്താവ് എന്ത് ചെയ്തു? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി എന്ന് പറയുമ്പോൾ ആ വെളിച്ചം സൂര്യനും ചന്ദ്രനൊന്നുമല്ല. സ്തോത്രം. ആ വെളിച്ചത്തിനകത്ത് ഇരുട്ടുണ്ടായിരുന്നു. ആ ഇരുട്ടിനെ സ്വർഗം വേർതിരിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ പറയുന്നു ദൈവത്തിന്റെ ബദലെ, നിങ്ങൾ ഒരിക്കലും വെളിച്ചം ഇരുട്ടുമായി ചേർന്ന് നിൽക്കത്തില്ല. വെളിച്ചത്തിന്റെ മേൽ ജയം പ്രാപിക്കാൻ ഇരുട്ടിന് കഴിയത്തില്ല. ഇന്ന് കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിൽ ജീവിക്കുന്നു എന്നൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതം വ്യതകളുടെയും തീരാ നഷ്ടത്തിന്റെയും ദുഃഖത്തിന്റെയും നിരാശയുടെയും കഥനഭാരം ചുമന്നുകൊണ്ട് അനുദിനം കർത്താവിനെ പിൻപറ്റുമ്പോൾ എന്റെ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ തിരിച്ചറിയുക, നമുക്കൊരു സന്ദേശം കേട്ട് ആനന്ദം കൊള്ളാം, സന്തോഷ നിർവൃതി അടയാം. പക്ഷെ അതിൽ നിലനിൽക്കണമെങ്കിൽ ദൈവവചനത്തിന്റെ വെളിപ്പാടിന്റെ പരിജ്ഞാനം നിങ്ങൾക്ക് ഗ്രഹിക്കണം. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പ്രസംഗിക്കപ്പെടേണ്ട ഒരൊറ്റ വ്യക്തിത്വം മാത്രമാണ്, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമായിരിക്കണം. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അത്രേ. ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഞാൻ അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ പാർക്കുന്നു. ഇന്നത്തെ മെസ്സേജിൽ ക്രിസ്തുവില്ല. ക്രിസ്തു എന്നൊരു ലേബലിൽ മറ്റ് പലവിധമായ ബിസിനസ്സുകളാണ് നടക്കുന്നത്. നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തിയിരിക്കുന്നത് യേശു ക്രിസ്തു എന്നൊരൊറ്റ കൺസെപ്റ്റിനകത്താണ്. അതേ ദൈവം തന്റെ പരിജ്ഞാനത്തിൽ പറയുകയാണ്, സർവജ്ഞാനത്തിൽ പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൽ വെളിച്ചമായിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ഇന്ന് പകൽ തുറക്കട്ടെ. ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചപ്പോൾ ഇരുട്ടിലായിരുന്ന ലുദിയായും കുടുംബവും അവർ കർത്താവിനായി വേർതിരിഞ്ഞു. സ്തോത്രം. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കർത്താവേ നീ വിടുവിക്കണേ എന്ന് പറയുമ്പോഴും അപ്പുറത്ത് ഇരുട്ടിന്റെ സ്വാധീന മണ്ഡലങ്ങളെ വിളിച്ചു പറഞ്ഞ് തോരാത്ത രോദനങ്ങൾ മുഴക്കുന്ന ഒരു അനുഭവമാണ്. എത്ര വർഷമായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഈ മനുഷ്യൻ ഇന്നുവരെയും കർത്താവിനെ കണ്ടുമുട്ടിയിട്ടില്ല. അവന് നിൽക്കുന്ന പാരമ്പര്യം ഭയങ്കരമാണ്. ഇങ്ങനെ പലവിധമായ കമന്റ്സുകൾ നിന്റെ നാവിലൂടെ പറയിക്കുവാൻ തക്കവണ്ണം ശത്രുവായ സാത്താൻ തന്ത്രപരമായി നിന്നെ ട്രാപ്പിലാക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ അവനിപ്പോൾ ക്രിസ്തുവിൽ വെളിച്ചമായിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അതാദ്യം നീ അംഗീകരിക്കണം. ഇത് ഏതെങ്കിലും ഒരു സംഘടനയിലെ നേതാവ് പറഞ്ഞതല്ല, ഈ ലോകത്തിന്റെ ഭരണചക്രം തിരിക്കുന്ന ഭരണാധികാരികൾ പറഞ്ഞതല്ല, ഏതെങ്കിലും ഒരു തത്വജ്ഞാനി എഴുതി വെച്ചതല്ല. സ്തോത്രം. സാക്ഷാൽ സർവശക്തനായ ദൈവം തന്റെ സർവജ്ഞാനത്താൽ പറയുകയാണ് എഫെസോസിലെ വിശുദ്ധന്മാരോടും കർത്താവിലായിരിക്കുന്ന സകല വിശുദ്ധന്മാരോടുമുള്ള ദൂത് പറയുകയാണ്, നിങ്ങൾ മുമ്പേ ഇരുട്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ വെളിച്ചമായിരിക്കുന്നു. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ മുമ്പേ എങ്ങനെ ജീവിച്ചു എന്ന് നിങ്ങൾക്കറിയത്തില്ല. ഇപ്പോൾ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൽ വെളിച്ചമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഡിസൈൻ ചെയ്ത് അനുഗ്രഹപൂർണമാക്കി വെച്ചിരിക്കുന്ന ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തെ വ്യക്തമായി കാണുവാൻ കഴിയുന്ന നിലയിൽ നിങ്ങൾ അതിൽ ജീവിക്കുവാൻ ക്രിസ്തുവിൽ നിങ്ങളൊരു വെളിച്ചമായിരിക്കുന്ന അനേകർ അത് കാണുവാൻ തക്കവണ്ണം, ആ ജീവിതത്തിലേക്ക് അനേകർ വരുവാൻ തക്കവണ്ണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കുന്നു? എഫേസ്യർ 5:25 വരുമ്പോൾ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, അതാ ക്രിസ്തുവിലായിരിക്കുന്ന, ക്രിസ്തുവിൽ വെളിച്ചമായിരിക്കുന്ന ഒരു ഭക്തനിൽ, ഒരു വിശുദ്ധനിൽ വെളിപ്പെട്ട് വരേണ്ട
തലമതാണ്. ദൈവം നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കണം. അവിടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലാണ് ആ ഭാഗം കോണ്ടസ്റ്റ് നിൽക്കുന്നതെങ്കിലും അങ്ങനെ കോണ്ടസ്റ്റ് വരാൻ കാര്യം സഭയും ക്രിസ്തുവും ഒരു ശരീരമെന്ന് ആ അധ്യായത്തിൽ പറയാണ്. അങ്ങനെ പുരുഷൻ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്, ഇത് ഞാൻ ക്രിസ്തുവിനെ സഭയെ കുറിച്ച് പറയുന്നു എന്ന് പറയുന്ന ഒരു സഭയുടെ കോണ്ടസ്റ്റ്. സഭ ഒന്നായിരിക്കുന്നു ക്രിസ്തുവിൽ. വിശുദ്ധന്മാർ ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്ന, ആർക്കും വേർപിരിക്കാൻ കഴിയാതെ വണ്ണം. സ്തോത്രം. ക്രിസ്തുവും പിതാവും തമ്മിലുള്ള ബന്ധത്തിൽ വെളിപ്പെട്ട അതേ സ്നേഹത്തിന്റെ അതേ തലത്തിൽ ദൈവം നമ്മെ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ നാം ഒരു വെളിച്ചമാണെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രകടമായി വരേണ്ട ഒന്നാണ്, ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ സകലരോടും നമുക്ക് സ്നേഹിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് കൊരിന്ത്യ ലേഖനത്തേക്കാൾ വളരെ അപകടകരമായിരിക്കുന്ന അവസ്ഥയാണ്. ഗ്രൂപ്പുകൾ, ഭിന്നതകൾ, വിദ്വേഷങ്ങൾ, അങ്ങനെ ജഡീകമായ സകല പ്രവൃത്തികൾ ആത്മീയ ലോകത്തെ മുഴുവനായി കാർന്നു നിന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവസഭയെക്കുറിച്ച് വിവരിക്കുന്ന എഫെസോസിലെ വിശുദ്ധന്മാരോട് പറയാണ്, നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിൽ വെളിച്ചമാകുന്നു. എഫേസ്യയിലാണ് 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുവേശുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ഉറപ്പുണ്ടായിരിക്കണം. ഇന്നും ആത്മീയ ഗോളത്തിൽ കണ്ണടച്ചാൽ കാണുന്നത് പൈശാചികന്മാരെ, ബന്ധനങ്ങളെ, പോരാട്ടങ്ങളെ, നേർച്ചകാഴ്ചകളെ, സ്തോത്രം, ഇരുട്ടിനെ അല്ലാതെ കാണുന്നില്ല. പത്മോസിന്റെ ഇരുട്ടിലേക്ക് യോഹന്നാനെ വലിച്ചെറിയുമ്പോൾ യോഹന്നാന് മുമ്പേ കടന്നുപോയ സകലമാന ജനവും അവിടെ മരണത്താൽ മാറ്റപ്പെട്ടു പോയി. നാറ്റം വെച്ചിരിക്കുന്ന ശരീരങ്ങളുടെ അഴുകിയ അവസ്ഥകൾ, ഭീതിജനകമായ ഒരു അന്തരീക്ഷം, സ്തോത്രം, തലയോടുകൾ കൊണ്ട് നിബിഡമായിരിക്കുന്ന ഒരു സ്ഥലം, ആമേൻ, പാമ്പുകളാൽ നിറയപ്പെട്ടിരിക്കുന്ന ഒരു മണ്ഡലം, ഇങ്ങനെ ഏറ്റവും ഭയങ്കരമായ ഒരു അന്തരീക്ഷത്തിനകത്തേക്ക് യോഹന്നാനെ വലിച്ചെറിയുമ്പോൾ യോഹന്നാൻ കണ്ടത് അവിടുത്തെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളല്ല. സ്വർഗത്തിലെ ദൈവം, ആമേൻ, സ്തോത്രം, യേശു ക്രിസ്തു വളരെ വ്യക്തമായി യോഹന്നാന്റെ മുമ്പിൽ വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. 7 സഭകൾക്ക് ദൂതെഴുതുമ്പോൾ ഒരു കാര്യം ഏറ്റവും ആത്മാർത്ഥമായി ദൈവത്തിന്റെ ആത്മാവ് കൂടെ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. ആമേൻ. ഇന്ന് കണ്ണടച്ചാൽ ക്രിസ്തു എന്ന വെളിപ്പാടിന്റെ മർമ്മങ്ങളല്ല വെളിപ്പെട്ടു വരുന്നത്. ഈ ലോകത്തെ എങ്ങനെ അനുഭവിക്കാം എന്നത് മാത്രമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് കാണുവാനിടയിൽ തീർന്നു. ജസ്റ്റ് കേട്ടപ്പോൾ തന്നെ എനിക്കതിനകത്ത് വലിയ സങ്കടം തോന്നിപ്പോയി. ഒരു ദൈവത്തിന്റെ അഭിഷിക്തൻ ചർച്ചിൽ നിന്ന് പ്രസംഗിക്കുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരു സിനിമാ നടനാകും. ഇതെവിടുന്ന് വന്ന ദൂതാന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ദൈവത്തിന്റെ റെവലേഷൻ എന്ന് പറയുന്നത് നാം ഓരോ ദിവസവും ദൈവവചനത്തിന്റെ വെളിപ്പാടുകളെ പ്രാപിക്കുമ്പോൾ പിതാവിൽ ക്രിസ്തു എങ്ങനെയായിരുന്നോ അതുപോലെ നാമും ആയിത്തീരുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിന്റെ ജീവിതത്തിന്റെ ഏറിയ ഭാഗവും ജയിലറുകളിൽ കകത്തായിരുന്നു കർത്താവിനെ കണ്ടുമുട്ടിയതിനു ശേഷം. പൗലോസ് ഈ ലോകത്തിൽ ഒരു സമ്പന്നനായിട്ടല്ല കർത്താവിൽ ജീവിച്ചത്. സ്തോത്രം. പ്രിയരെ, നമ്മുടെ ജീവിതം ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ
നാം അനുദിനം വളരുന്നുണ്ടോ എന്നുള്ളതാണ്. അത് നമ്മളിൽ വെളിപ്പെട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ്. ക്രിസ്തുവിനെ പോലെ നമ്മൾ അനുദിനം രൂപപ്പെട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോഴാണ് ക്രിസ്തുവിന്റെ വെളിച്ചം നമ്മളിലൂടെ വെളിപ്പെട്ട് വരുന്നത്. ഒരു അബ്രഹാം, അവൻ ദൈവത്തെ വിശ്വസിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? സകലമാന മനുഷ്യരുടെ പിതാവെന്ന പദവിയിലേക്ക് കൊണ്ടുവന്ന് ജാതികൾക്ക്, വംശങ്ങൾക്ക്, ഗോത്രങ്ങൾക്ക്, ഭാഷകൾക്കെല്ലാം അവനൊരു വെളിച്ചമായ ഒരു പിതാവായി സ്വർഗം തീർത്തു. നാം അതിനേക്കാൾ എത്ര ശ്രേഷ്ഠകരമായ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നാം അങ്ങ് എടുത്തു നോക്കിയേ. മത്തായി 5:14 വരുമ്പോൾ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സംശയമില്ലെന്നേ. നീ ലോകത്തിൽ, ദൈവത്തിൽ, ക്രിസ്തുവിൽ നീ വെളിച്ചമാണെന്ന് ദൈവത്തിന് സംശയമില്ല. ഇവിടുത്തെ ആത്മീയ ലോകവും പാരമ്പര്യത്തിന്റെ മണ്ഡലങ്ങളും ഈ ലോകത്തിന്റെ സംവിധാനങ്ങളെല്ലാം നിന്നെ ഇരുട്ടിന്റെ അടിമത്വത്തിനകത്ത് നിലനിർത്തുമ്പോൾ, സ്വർഗത്തിലെ ദൈവം നിന്നെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്ന് നീ ഒരു വെളിച്ചമായി തീർന്നുവെന്ന തിരിച്ചറിവിനെ പ്രാപിപ്പാൻ എത്ര പേരെന്ന് പകൽ തയ്യാറാകുന്നു? ഞാൻ പല സമയങ്ങളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം വീണ്ടും ദൈവത്തിന്റെ ആത്മാവിനെ നിർബന്ധിക്കണമെന്ന് പറയുകയാണ്. ദൈവത്തിന്റെ സഭയെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. ആ ശരീരത്തെ ബന്ധിക്കുവാൻ ഒരു അന്ധകാര ശക്തികൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് പൗലോസ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കാൻ ഒരു സാധ്യതയ്ക്കും സാധ്യമല്ല. കഷ്ടതയ്ക്കോ, പട്ടിണിക്കോ, നഗ്നതയ്ക്കോ, സ്തോത്രം, ഇരുട്ടിന്റെ ഒന്നിനും നിന്നിലെ വെളിച്ചത്തെ തള്ളിക്കെടുത്തുവാൻ കഴിയത്തില്ലെന്നൊരു തിരിച്ചറിവിന്റെ മണ്ഡലം ഇന്ന് പകൽ എത്ര പേർ പ്രാപിക്കുന്നുണ്ട്? കൈയടിക്കുന്നതും ബഹളം വെക്കുന്നതും, 4 മുറിക്കകത്തല്ല ഭിത്തിക്കുള്ളിൽ നടക്കുന്ന നമ്മുടെ വൈകാരിക തലങ്ങളെ ഇളക്കി ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കി തീർത്ത് നമ്മൾ എന്തൊക്കെയോ അനുഭവിച്ചെന്ന് വരുത്തി നാം ആ ഹോള് വിട്ട് പുറത്തിറങ്ങുമ്പോൾ അവിടെ അനുഭവിച്ച ഒന്നിനും നമ്മുടെ ജീവിതത്തിൽ യാതൊരുവിധ സ്വാധീനമില്ലാതെ വണ്ണം പിന്നെയും നമ്മൾ ആ പഴയതിലേക്ക് തന്നെ ചെന്ന് ചേരുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. പ്രിയരെ, ഇനിയെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ തുറക്കട്ടെ. ദൈവവചനം പരിശുദ്ധാത്മാവിനാൽ പ്രാപിപ്പാൻ, പഠിക്കുവാൻ നിങ്ങൾ തിരുവചനം വായിക്കട്ടെ. ഹല്ലേലൂയ. അന്ത്യകാലത്തിന്റെ പ്രത്യേകത ക്രിസ്തു എന്ന പേരിലും യേശു എന്ന പേരിലും അനേക ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാകുമെന്നാണ്. അത് ജാതീയ മണ്ഡലത്തിലല്ല, ദൈവസഭയ്ക്കകത്ത് എഴുന്നേൽക്കുമെന്നാണ്. അതുകൊണ്ട് നീ ഒരു വെളിച്ചമാണെന്ന് നിനക്ക് തന്നെ ബോധ്യമുണ്ടാകണം. അത് കർത്താവിനാൽ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് വെളിപ്പെട്ട ആത്മീയ അന്തരീക്ഷം അത് റിയൽ ആയിരുന്നുവെങ്കിൽ എത്ര ശ്രേഷ്ഠകരമായ ഒരു ആത്മീയ സമൂഹം, വിശുദ്ധന്മാരാൽ ആമേൻ, രാജ്യങ്ങൾ, ദേശങ്ങൾ നിറയപ്പെടുമായിരുന്നു. സ്തോത്രം. ഇന്ന് അന്യഭാഷ പറയുന്നവർക്കും വെളിപ്പാട് കാണുന്നവർക്കും ദൈവത്തോടു കൂടെ അടുത്തിരിക്കുന്നവരെന്ന് പറയുന്നവർക്കും പ്രശ്നം മാറിയിട്ട് സമാധാനത്തോടൊന്നും ഉറങ്ങാൻ കഴിയുന്നില്ല. സ്തോത്രം. അവർ പലതിലും അസ്വസ്ഥരാകുന്നു. അവർക്ക് തന്നെ അറിയാം അവർ ഒരു വെളിച്ചമല്ലെന്ന്. ഒരിക്കൽ ഒരു ദൈവാസൻ എൻ്റെ അടുക്കൽ വന്ന് മുട്ടുമടക്കി
എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ മേത്തൊരു ഭൂതമുണ്ട്, ഇതൊന്ന് പ്രാർത്ഥിച്ച് മാറ്റണം, ഞാൻ ഇത് വെച്ചോണ്ടാ ശുശ്രൂഷിക്കുന്നത്. ആലോചിക്കുക. ഒരിക്കൽ ഞാൻ ചോറ്റാനിക്കരയിൽ ഒരു ചർച്ചിൽ പ്രസംഗിക്കുമ്പോൾ അന്ന് ആ ചർച്ചിലെ ദൈവദാസനോട് ദൈവത്തിന്റെ അമ്മ പറഞ്ഞു, നിങ്ങൾ ഇന്നത്തെ മെസ്സേജ് എഴുതിയെടുക്കണം. അങ്ങനെ എഴുതിയെടുത്ത മെസ്സേജും ആ ചർച്ചിൽ ഞാൻ 11 മണിക്കൂർ അന്ന് ശുശ്രൂഷിച്ചു. ഇൻബിറ്റ്വീൻ ഈ 11 മണിക്കൂറിനിടയിൽ ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുത്തപ്പോൾ ആ കർത്താൻഡോസൻ എന്നോട് പറഞ്ഞു, ഇത്രയും നാളും എൻ്റെ ഒരു വശം ബ്ലാക്ക് ആയിരുന്നു. ദൈവവചനം ശുശ്രൂഷിക്കുന്ന സമയത്ത് ആ മണ്ഡലം ഇങ്ങനെ മാറിപ്പോയി. ഞാൻ കംപ്ലീറ്റ്ലി ലൈറ്റായി, വെളിച്ചം എന്നിൽ കംപ്ലീറ്റായി നിറയപ്പെട്ടു. സ്തോത്രം. അന്നത്തെ മീറ്റിംഗ് ആരംഭിച്ചു. ദൈവസഭയിൽ എല്ലാവരും പറഞ്ഞു മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. 11 മണിക്കൂർ അന്ന് ആ ചർച്ചിൽ ഞാൻ പ്രസംഗിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യ സംഭവമാണ്. 45 മിനിറ്റിനുള്ളിൽ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റത്തില്ലെന്ന് പഠിപ്പിക്കുന്നത് സാത്താന. യേശുവിന്റെ കാലഘട്ടത്തിൽ 3 പകലും 3 രാത്രിയും ജനം എന്ത് ചെയ്തു? യേശുവിനോട് കൂടെയായിരുന്നിട്ട് അവർക്കാർക്കും മടുത്തില്ല എന്ന് എഴുതി വെച്ചതിന്റെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ 4 തവണ മണിക്കൂറുകൾ ഇരുന്നിട്ട് ജനം ഇന്ന് വരെയും അയ്യോ ബോറായിപ്പോയി, മടുത്തുപോയെന്ന് പറഞ്ഞിട്ടില്ല. എല്ലാവരും ആത്മാവിൽ ആമേൻ ഒരുപോലെ വളർച്ച പ്രാപിക്കുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം, നിങ്ങൾ ക്രിസ്തുവിൽ ഒരു വെളിച്ചമായിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഈ ബോധ്യം നിങ്ങളുടെ അകത്ത് ശക്തമായി വളരണമെങ്കിൽ നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുവും തമ്മിൽ വ്യക്തിപരമായ ഒരു ഇന്റിമസി റിലേഷൻഷിപ്പ് ഉണ്ടാകണം. എങ്കിലേ ഞാൻ ഈ പറയുന്ന ദൂതിന്റെ ഈ റെവലേഷന്റെ റൈറ്റ് ആയിരിക്കുന്ന മണ്ഡലം നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടത്തുള്ളൂ. ആലയത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു പീരീഡിൽ വെളിപ്പെടുന്ന ഒരു ചലനമല്ല ആത്മീയത. സ്തോത്രം. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതം കർത്താവ് ഞാൻ വെളിച്ചമായിരിക്കുന്നത് പോലെ നിങ്ങളും വെളിച്ചമാകുന്നു. ആർക്കാ തെറ്റുപറ്റിയ? സർവജ്ഞാനിയായ ദൈവത്തിനാണോ അതോ നമുക്കാണോ? ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ജീവിതം കർത്താവിൽ ഏറ്റവും അനുഗ്രഹപൂർണമായി സ്വർഗം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ക്രിസ്തുവിൽ സകലതും നിവർത്തിച്ചു കഴിഞ്ഞു. ആ നിവർത്തിച്ചിരിക്കുന്നതിന്റെ വെളിപ്പാട് പ്രാപിച്ച് അതിനെ അനുഭവിക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ആമേൻ. കാൽവരിയിൽ യാഗമാകുക എന്നുള്ളതാണ് ക്രിസ്തുവിൽ പിതാവ് ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യം. അതാണ് പിതാവിൽ ക്രിസ്തുവിലുള്ള ദൈവ ഇഷ്ടം. എന്നാൽ കർത്താവിന്റെ ശുശ്രൂഷയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തില്ലേ? രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, വീര്യപ്രവർത്തികൾ ചെയ്തു, ഒത്തിരി കാര്യം ചെയ്തില്ലേ? എന്നാൽ ദൈവ ഇഷ്ടമെന്ന് ചോദിച്ചാൽ കാൽവരിയിലെ യാഗമായിരുന്നു. ഇതുപോലെ ദൈവത്തിന്റെ ബദലെ ക്രിസ്തുവിൽ നാം ദൈവത്തിന്റെ സകല ക്വാളിറ്റീസിലും വളർച്ച പ്രാപിച്ച് കർത്താവിനെ പ്രതിനിധീകരിക്കുവാൻ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ അവനിലൂടെ സൃഷ്ടാവായ ദൈവത്തെ വെളിപ്പെടുത്തുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മിലൂടെ യേശു ക്രിസ്തു വെളിപ്പെട്ടു വരണം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ നോക്ക്, ആത്മീയ ലോകം പലവിധമായ പ്രോഗ്രാമുകൾ കൊണ്ട് എൻഗേജ്ഡ് ആയിരിക്കും. പക്ഷേ ഓരോ വ്യക്തികളെ നിങ്ങളൊന്ന് നോക്കിയേ, ആത്മീയ വളർച്ച പ്രാപിച്ചവരില്ലെന്ന്. എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. ഒരു
ഒരു സന്തോഷകരമായ ലൈഫ് സ്റ്റൈൽ നയിക്കുന്നവർ കുറവാണ്. ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ഈ ജനം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. പലവിധമായ പ്രശ്നങ്ങളാൽ അവരുടെ ജീവിതം കുഴഞ്ഞിരിക്കുന്നു. ഉപവസിച്ചും പ്രാർത്ഥിച്ചിട്ടും മാറ്റങ്ങളൊന്നുമില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇവർക്ക് ദൈവവുമായിട്ട് ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എവിടെയൊക്കെ കേട്ടതും മനസ്സിലാക്കിയതുമായ ചില കാര്യങ്ങൾ മാത്രം ഒരറിവായി വെച്ചിട്ട് കർത്താവിനെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, ഈ കാലഘട്ടം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും പ്രസംഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. നാളെ എന്തായി തീരുമെന്ന് യാതൊരുവിധ നിശ്ചയമില്ലാത്ത ജീവിതം തള്ളി നീക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു അവബോധം പ്രാപിക്കുന്നില്ലെങ്കിൽ, തിരിച്ചറിവ് പ്രാപിക്കുന്നില്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആമേൻ. യേശുക്രിസ്തുവിൽ നാം വെളിച്ചമാണെന്ന് പറഞ്ഞാൽ ക്രിസ്തു പിതാവിന് വെളിച്ചമായി ഭൂമിയിൽ എങ്ങനെയായിരുന്നോ അതേ നിലയിൽ എനിക്കും നിങ്ങൾക്കും ആകുവാൻ കഴിയും. പക്ഷെ നമ്മള് ആ പരിജ്ഞാനത്തിലേക്ക് വരുവാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്നത് പോലെ ഇന്നത്തെ ആത്മീയ ലോകം. അവരവരുടെ പ്രസ്ഥാനങ്ങളും അവരവരുടെ ഇഷ്ടങ്ങളും നിലനിർത്താൻ വേണ്ടി അവർ കെട്ടിപ്പിടിക്കുന്ന ഒരു സാമ്രാജ്യമായി ഇത് മാറ്റപ്പെട്ടു പോയി. യേശു ഉണ്ടോ എന്ന് ചോദിച്ചാൽ 5 കന്യകമാരെ പോലെയാ. വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചപ്പോൾ 10 പേരും ഇറങ്ങി തിരിച്ച് അവരുടെ വിശ്വാസം യേശു കൂടെ ഉണ്ടെന്നാ. അവർ കന്യകയാണ്, വിളി കേട്ടവരാണ്, ഇറങ്ങി തിരിച്ചവരാണ്, വിളക്കുണ്ടായിരുന്നു, എണ്ണയുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ 5 പേർക്ക് അബദ്ധം പറ്റിയത് യേശു അവരെ നോക്കി പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോഴാ അവർ ആദ്യം മുതൽ ചിന്തിച്ചു കാണും, ഇത്രയും നാള് ഞാൻ പിൻപറ്റിയതെല്ലാം വെറും പാഴായിപ്പോയല്ലോ, എവിടെയാണ് എനിക്ക് ചതി പറ്റിയെന്ന് അവർ ചിന്തിച്ചു കാണും. അവർക്കവിടെ ചതി പറ്റാൻ കാരണം ദൈവവചനത്തിന്റെ പരിജ്ഞാനത്താൽ അവർ അത് പ്രാപിക്കാഞ്ഞത് കൊണ്ട് അവരുടെ വിശ്വാസം തെറ്റിപ്പോയി. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? ഇപ്പൊ ഓൺലൈനിലൊക്കെ ഒത്തിരി ചർച്ചകളല്ലേ. ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള പോലെ കൂടാം, ഒരു കുഴപ്പമില്ല. എങ്ങനെയും ജീവിക്കാം, അതും ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എടുക്കപ്പെടുന്നത് കർത്താവിന്റെ ശരീരമായ സഭ മാത്രമായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. എവിടെയാണ് നിങ്ങളെ കൊണ്ട് ശത്രുവായ സാത്താൻ നിങ്ങളൊരു ഇരുട്ടിന്റെ മക്കളാണെന്ന്, ഇരുട്ടാണ് നിങ്ങളെന്ന് വിശ്വസിപ്പാൻ തക്കവണ്ണം നിങ്ങളെ സ്വാധീനിക്കുന്ന മണ്ഡലങ്ങൾ തിരിച്ചറിയുക. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഇരുട്ടല്ല, കർത്താവിലായിരിക്കുന്ന രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊരു ദൈവത്തിന്റെ പൈതൽ, അവൻ ക്രിസ്തുവിൽ വെളിച്ചമാണ് എന്ന് കർത്താവ് പറഞ്ഞത് യേശുവിന് തെറ്റുപറ്റിയതല്ല. ആ പരിജ്ഞാനത്തെ തിരിച്ചറിയുവാൻ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ. ദൈവത്തിന്റെ പൈതലേ, ഈ കാലഘട്ടം വളരെ ജാഗ്രതയോടെ, ശ്രദ്ധയോടെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യുവാൻ, സൂക്ഷ്മതയോടെ അതിനെ കാത്തു സൂക്ഷിക്കുവാൻ നിങ്ങൾ കഴിയുന്നില്ലെങ്കിൽ 5 കന്യകമാർ ആയതുപോലെ ആയിത്തീരുവാൻ സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട്
ഗൗരവത്തോടെ. കർത്താവ് എത്രത്തോളം ഗൗരവത്തോടെയാണോ പിതാവ് ഏൽപ്പിച്ച കാര്യങ്ങൾ നിവർത്തിപ്പാൻ ഈ ഭൂമിയിൽ ജീവിച്ചത്, അതുപോലെ തന്നെ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന മഹത്വകരമായ ഒരു ജീവിതത്തിൽ ജീവിക്കുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിപ്പാൻ ദൈവകൃപയിൽ ശരണപ്പെടുക നിങ്ങൾക്കിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്കൂടെ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.